ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബാക്കിൽ പറമ്പിൽ വളമിടൽ ആണ് ഇന്നത്തെ പരിപാടി. നല്ല കോൾഡും പനിയും ജലദോഷവും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട്. ആകെ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ പുതിയ മൈക്ക് ഉണ്ടല്ലോ, വയർലെസ് മൈക്ക് വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലുള്ളത് നമ്മളുടെ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിപ്പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നത്. മില്ലി ഭയങ്കര കളിയാട്ടാ. ഞാനിങ്ങോട്ട് പുറത്തേക്ക് പോകുന്നപ്പോൾ എൻ്റെ കൂടെ പോകുന്നതാണ്. അവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ വട്ട് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടൽ, ഓടൽ, എന്തൊക്കെയോ സാധനത്തുമ്പോൾ കളി, ഇപ്പോൾ വലിഞ്ഞ് മോളിക്ക് കയറൽ, ഇതൊക്കെ തന്നെ പണി. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല വെയിലുണ്ട്, പക്ഷേ വെയിലാണെങ്കിൽ കൂടെ നമുക്ക് ഈ പറമ്പിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ വെയിലില്ല. ഇതിപ്പോൾ ഞാൻ പോണത് എന്താണെന്നറിയോ, നമ്മളുടെ ഇതിട്ടുണ്ട് എക്കോപോണിക്സിൽ വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് നമുക്ക് കേൾക്കില്ല. മുന്നൊക്കെ ആണെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് മ്യൂട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പറയണത് കേൾക്കില്ല. അപ്പോൾ അത് കാരണം ഞാനതൊന്ന് ഓഫാക്കുന്നുണ്ട്. നമ്മുടെ എക്കോപോണിക്സിൽ ഇപ്പോൾ ഇതാ നമ്മളുടെ കോവയ്ക്ക പടർത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് പിന്നെന്താ കുക്കുംബറിൻ്റെ കുറച്ച് തൈയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയതായിട്ട് ഒരു കുഞ്ഞി പന്തൽ പോലെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇനി നമുക്ക് കണ്ട മീനുകളുണ്ടല്ലോ, ഈ നെറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വന്നിട്ട് അവിടെ കുറച്ച് ഫുഡുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അത് വന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം ധൈര്യമുണ്ട് നമ്മളുടെ ടീമുകൾക്ക്. പിന്നെ നമ്മളിനി വളമിട്ട് തുടങ്ങണം. ആദ്യമായിട്ട് ഞാൻ ഇട്ട് തുടങ്ങണത് നമ്മളുടെ റംബൂട്ടാനായിട്ടാണ്. റംബൂട്ടാനാണ് നമ്മളുടെ താരം. അടുത്ത വർഷത്തെ നമ്മുടെ പ്രതീക്ഷയാണ് റംബൂട്ടാൻ. ശരിക്കും പറഞ്ഞാൽ റംബൂട്ടാൻ്റെ വളരേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജൂലൈ ലാസ്റ്റൊക്കെ ഇടണമെന്നാണ് പറയുക. ട്രിം ചെയ്തിട്ട് വേഗം തന്നെ ഇടണം. പക്ഷേ ഇപ്രാവശ്യത്തെ മഴ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഴയായ കാരണം നമുക്ക് അങ്ങനെ ഒരു സമയം കിട്ടിയില്ല. കാരണം നല്ല മഴയും ഇങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കണ സമയത്തും നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതും താഴത്തേക്ക് പോകല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വളം കുറച്ച് ലേറ്റായി മൊത്തത്തിൽ. പക്ഷെ അന്നും ഈ പറഞ്ഞ മാതിരി മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ചകിരിയുടെ ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഫ്രഷായിട്ട് നമ്മളുടെ എല്ലുപൊടി, ഇപ്പോൾ ഞാൻ റംബൂട്ടാൻ ഇടുന്നത് 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1 കിലോ കപ്പലിൻ്റെ പിണ്ണാക്ക്. റംബൂട്ടാൻ മാത്രമാണ് ഞാൻ ഇത്ര ഇടണുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും പിശുക്കി ഇടുള്ളൂ. റംബൂട്ടാൻ നമ്മുടെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പൊടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളൂ. അങ്ങനെ അത്ര ഉഷാറായിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റംബൂട്ടാൻ്റെ വിശേഷം. ഇന്നുണ്ടല്ലോ ഞാൻ അപ്പോൾ റംബൂട്ടാൻ്റെ വളമിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബാക്കിൽ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ അതിനെല്ലാത്തിനെയും പരിചയപ്പെടുത്തലും കൂടിയാണ്. അതിനെയും കാണാം. അപ്പോൾ ഓരോന്നിനെ നമുക്ക് ഇടുന്ന വളങ്ങളും കാണാം. അപ്പോൾ എല്ലാ പ്ലാന്റ്സിനെയും ഒന്ന് കണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ ഇതാണ് നമ്മളുടെ വിയറ്റ്നാം ഏർലി. അത് റെഡും ഉണ്ട്, ഒരെണ്ണം യെല്ലോ ഉണ്ട്. ഇത് ഏതാണ് ഇത് എനിക്കറിയില്ല, കാരണം രണ്ടും ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചതാണ്. ഇത് ഒരെണ്ണം ഇത് ഞാൻ താഴെ വെച്ചു, ഒരെണ്ണം ഞാൻ വലിയ ചട്ടിയിലാണ് വെച്ചിരിക്കണത്. അപ്പോൾ ഇതിനിപ്പോൾ ഇടണത് വേപ്പിൻ പിണ്ണാക്കും ചെറിയ ചെടികളാണല്ലോ. അപ്പോൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഒരു 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 1/2 കിലോ എല്ലുപൊടി ആണ് ഇടുന്നത് കേട്ടോ. കപ്പലിൻ്റെ പിണ്ണാക്ക് ഇതിന് ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യണത്. പിന്നെ ഞാനുണ്ടല്ലോ ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇതിനേക്കാളും നല്ലത് ഓരോ കവർ കൊണ്ടുപോയി ഇങ്ങനെ മുറിക്കുന്നേക്കാളും ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് ഒരു 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പ് പിടിച്ചാൽ മതിയായിരുന്നോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യായിരിക്കും നല്ലത്. ഇങ്ങനെ ഓരോ പാത്രം, കാരണം നല്ല വെയിലുണ്ടേ, അല്ലെങ്കിലേ വയ്യ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ വെയിലത്ത് നിന്ന് പുലിവാല് പിടിപ്പിക്കണോ എന്നൊരാലോചന ഇല്ലാതില്ല. പിന്നെ ഇത് നമ്മളുടെ അവക്കാഡോ ഞാൻ ആദ്യം ഇതിപ്പോൾ 1 വർഷം ആവണുള്ളൂ കേട്ടോ ഈ അവക്കാഡോ വെച്ചിട്ട്. ആദ്യം ഞാൻ വന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. പക്ഷെ അത് മുരടിച്ചു പോയി. ഇവിടെ അല്ലായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. പക്ഷെ അതിന് നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവക്കാഡോ ചെറുതായിരുന്നപ്പോൾ, ചിലപ്പോൾ വലിപ്പം വയ്ക്കുമ്പോൾ അതിന് വെയിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ചെറുതായിരുന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അങ്ങനെ തന്നെ അത് നശിച്ചുപോയി.
അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതാവുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ, ഭയങ്കര വെയിൽ കൂടിയതായ കാരണം. അപ്പം ഞാൻ ഇവിടെ ഷീറ്റിൻ്റെ അടിയിൽ നമ്മളുടെ എക്കോപോണിക്സിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ അടിയിലായിട്ടാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ഇത് അധികം ഹൈറ്റ് പോവില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൂടി വന്ന ഒരു 2 മീറ്റർ അത്രയൊക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിർത്താം അങ്ങനെ പറഞ്ഞു. ഇനി ഇത് നമ്മളുടെ പൊമഗ്രനേറ്റ്, ഇതിൻ്റെ മലയാളം ഞാൻ മറന്നുപോയി, മാതള നാരങ്ങ. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ട് നട്ടിട്ട് കുറേ നാളായി, 2 കൊല്ലം 2.5 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആളങ്ങോട്ട് ഉഷാറേ അല്ല. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ വരുമ്പോഴേക്കും ഒരു ഫംഗസ് പോലെ വരും. മുകളിലേക്ക് പോയ ഏതെങ്കിലും ഓരോ കൊമ്പുകളൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എന്നാലും പിന്നെ ഞാനത് പറിച്ചില്ല, കാരണം അത് മാക്സിമം നിൽക്കണോടത്തോളം നിൽക്കട്ടെ. കാരണം നമ്മളുടെ ഈ റംബൂട്ടാൻ നമ്മളിപ്പോൾ കുഴിച്ചിട്ടിട്ട് 6 മാസം ആവണുള്ളൂ. ഈ റംബൂട്ടാൻ ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ വീണ് കിടന്നിരുന്ന തലയൊക്കെ ട്രിം ചെയ്തു. അപ്പോൾ ഇതും N18 ആണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വെളിവുള്ള സ്ഥലമാണ്, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വളമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റംബൂട്ടാൻ എന്തായാലും വളർന്ന് പന്തലിക്കും. നമുക്കറിയാലോ N18 എങ്ങനെയാണ് പോകാമെന്ന്. അപ്പോൾ എന്തായാലും ഇതിന് ഷെയ്ഡാവും. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ മാതളം ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ റംബൂട്ടാൻ്റെ താഴെ കയ്യൂക്കുള്ളൻ കാര്യക്കാരെന്നാണല്ലോ പറയുക, അതുപോലെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ റംബൂട്ടാൻ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെട്ടിയ ഭാഗത്തു നിന്നൊക്കെ നല്ല ഒരു കട്ട് ചെയ്തതിന് പകരം ഒരു 5-6 എണ്ണം ഒക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ചുറ്റും ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പയർ കുത്തിയിട്ടുണ്ടായിരുന്നു, കുറ്റിപ്പയർ. അപ്പോൾ അതും അങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മളുടെ ഉള്ളത് മാവ്. ഇത് പ്ലിയൂർ മാവാണ്. പ്ലിയൂർ മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടായിരിക്കും. പ്ലിയൂരാണോ എന്തോ ഒരു പേര്, അങ്ങനെയാണ് സംഭവം. ഇത് ഒട്ടന്നെയാണ്. ഇതിപ്പോൾ ഒരു 3 വർഷം ആവാറായിട്ടുണ്ട്. ഇതുവരെ ഒരു അനക്കവും സംഭവിച്ചിട്ടില്ല. കുറച്ച് വലുതാവും, പിന്നെ കുറച്ച് കേടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും, പിന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ വെയിൽ പക്ഷെ കുറച്ച് കുറവാണ്, കാരണം ഇപ്പുറത്തെ സൈഡിൽ നമ്മളുടെ അക്വാപോണിക്സിൻ്റെ ഷെയ്ഡുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പിന്നെ നമ്മളുടെ തെങ്ങുണ്ട്. അതിൻ്റെ കാര്യം പറയാണ്ടിരിക്കുക ഭേദം. ഗംഗാബോണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള തെങ്ങാണ്. 3 വർഷം 2.5 വർഷത്തിൽ കായ്ക്കുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് നമ്മളെ പറ്റിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഗംഗാബോണ്ടല്ല, നോർമൽ തെങ്ങ്. കാരണം ഇത് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. ഇനി താഴെ എവിടെ കായ്ക്കാനാ? അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വിശേഷം. പിന്നെ നമ്മളുടെ ഇപ്പം ഞാൻ ഇടണത് വെരിഗേറ്റഡ് പേര. ഈ പേര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല എന്താ പറയുക, നല്ല വെർത്താണിത്. കുറേ പേരക്കായ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ പിങ്ക് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അധികം ഇടാൻ എനിക്ക് യാതൊരു മടിയില്ല. അത് കാരണം ഞാൻ കുറച്ചധികം എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഉണ്ടല്ലോ നിറയെ പേരക്കുണ്ടാവും, കണ്ടില്ലേ? നിറയെ കുഞ്ഞു പേരക്കകളാണ്. നമ്മുടെ നാടൻ പേരക്ക കണ്ടിട്ടില്ലേ? അതുപോലത്തെ സെയിം തന്നെയാണ്. വലുതായി വരുന്തോറും നിറയെ കുഞ്ഞു പേരക്കകളുമാണ്. പിന്നെ ഉള്ളിൽ നല്ല റെഡാണ്. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ വെരിഗേറ്റഡ് ആണെങ്കിൽ കൂടി ചില കൊമ്പുകൾ ഇത് ഒറിജിനൽ പച്ച കളറിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുമ്മേ ഉണ്ടാവുന്ന പേരക്ക എന്ന് പറഞ്ഞാൽ നോർമൽ പച്ച പേരക്ക, പക്ഷേ ഉള്ളിൽ പിങ്ക് കളർ തന്നെ. നല്ല ടേസ്റ്റാണ്. മഴയുള്ള സമയത്ത് കുറച്ച് വെള്ളം ചവർക്കുണ്ട്, അല്ലാത്ത സമയത്തൊക്കെ നല്ല മധുരമുള്ള പേരയ്ക്ക. അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മളത് പൊട്ടിക്കണം. ചച്ചു വന്ന് നോക്കാം ഇവിടെ ആരോടെ വർത്താനം പറയണേന്ന്. അപ്പോൾ നല്ല വേഗം പൊട്ടിക്കണം, ഇല്ലെങ്കിൽ അത് നന്നായി കൊത്തുകയും ചെയ്യും. കാരണം ഇത് പെട്ടെന്ന് കൊത്തി കഴിഞ്ഞാലേ ഈ പിങ്ക് ഉള്ളിലുള്ളതായ കാരണം പെട്ടെന്ന് വേറെ കിളികൾ കണ്ടുപിടിക്കും. പിന്നെ ഇത് നമ്മുടെ മാംഗോസ്റ്റീൻ ഇപ്പോൾ ഒരു 3.5 വർഷമൊക്കെ ആയിട്ടുണ്ട്. മാംഗോസ്റ്റീൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വലുതായി വരുന്നുണ്ട്. അതിനും അത്യാവശ്യം വളമൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം മാംഗോസ്റ്റീൻ ആദ്യം ഒരു 7 വർഷം വരെ, അങ്ങനെ പറയണത്, 7 വർഷം വരെ വളരെ സ്ലോ മോഷനിൽ വർഷത്തിൽ 2 പ്രാവശ്യമാണ് പുതിയ തളിരും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അങ്ങനെ സ്ലോ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്നൊരു ടപ്പയെന്ന് പറഞ്ഞ് വലുതാവും ചെയ്യും, കായ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് പറയണത്. അപ്പോൾ മാംഗോസ്റ്റീൻ. പിന്നെയുള്ളത് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് ഇവിടുന്ന്, അതായത് ഏറ്റവും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഈൽഡ് തരുന്ന ഒരു സാധനമാണ് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട്. അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ചട്ടികളിൽ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു 3-4 ചട്ടിയോളം വെച്ചിട്ടുണ്ട്. ഒരെണ്ണം താഴെ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരെണ്ണമല്ല 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണം കേടുവന്നു പോയി. പിന്നെ ഇതൊരു വയലറ്റ് പേരയാണ്.
അത് ഇങ്ങനെ കോല് പോലെ പോയിക്കുണ്ടായിരുന്നു. അത് ഞാൻ വെട്ടി. ഇപ്പം അതൊന്ന് പൊടിച്ച് വരുന്നുണ്ട്. എന്നാലും അത്ര ഉഷാറ് പോരാ, നോക്കാം. അപ്പോൾ ഇവർക്കും ഈ പറഞ്ഞ മാതിരി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ആണ് ഇടുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക് ഇടില്ല ഞാൻ. ഇനി കുറച്ച് നമ്മളുടെ ചാണകം, പച്ച ചാണകം അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് കുറച്ചൊന്ന് കലക്കി ഒഴിക്കുള്ളൂ. അതൊന്ന് മഴയൊന്നും നിന്നിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മളുടെ ഗാർലിക് വൈൻ ഉണ്ട് ഇവിടെ, അതിനും കുറച്ച് ശൊക്കെ ഇട്ട് സെറ്റാക്കി. ഇത് നമ്മളുടെ മറ്റേ കിലോ പേര അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കട്ട് ചെയ്ത് ചെറിയ ചെറിയ മുകുളങ്ങൾ വരുന്നത്. അതിപ്പോൾ ഒരാഴ്ചയല്ലായിട്ടുള്ളൂ, ഒരാഴ്ചയോ 1.5 ആഴ്ചയോ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആൾ നല്ല ഉഷാറായി. ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മളുടെ പറമ്പിലെ വളത്തിൻ്റെ ഒരു ഇത്. അത് നമ്മൾ മറ്റേ ഇതിട്ടുണ്ടായിരുന്നില്ലേ, എന്താ കമ്പോസ്റ്റ്, മറ്റേ ചകിരിയുടെ ഇതൊക്കെ, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാനിപ്പോൾ ഒഴിക്കണത് നമ്മൾ കുറേ നാളല്ല, ഒരു 3 ആഴ്ചയൊക്കെ ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് എന്താണ് കപ്പലിൻ്റെ പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടെ കുതിർത്ത് വെള്ളം നമ്മൾ സാധാരണ ഉണ്ടാക്കി വയ്ക്കാറില്ലേ, ഒരു സ്ലറി, അതുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മാവിന്, ഇത് നമ്മളുടെ മൂവാണ്ടൻ മാവ. അപ്പോൾ ഇത് ആദ്യം കഴിഞ്ഞ വർഷം പൂത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വലിയ പൂക്കലൊന്നുമില്ല, വലിയ പൂക്കലല്ല, പൂത്തിട്ടില്ല. പിന്നെ അതിന് വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ ആ മുരിങ്ങ വെട്ടി കളഞ്ഞു കൊടുത്തപ്പോൾ കുറച്ചൊന്ന് ഉയരം വെച്ച് കുറച്ചൊന്ന് ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ പേരയുടെ ഹൈറ്റും അതൊക്കെ വെട്ടി. അപ്പോൾ ഇപ്പോൾ ഒന്ന് വെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വെട്ടി കൊടുത്തപ്പോൾ ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പൂക്കും എന്ന് വിചാരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ വേറൊരു മാവുണ്ട്. നമ്മളുടെ ഇത് സത്യം പറയാൻ ഏത് മാവാന്ന് കറക്റ്റായിട്ട് അറിയില്ല. അൽഫോൺസ് ആണോ എനിക്ക് ഓർമ്മയില്ല, കുളമ്പാണോ, ഈ 2 സാധനം 2 മാവിൽ ഏതോ ഒന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ഞാൻ ഇത് അടുത്ത് കൊണ്ടുവച്ച് കാണിച്ചു തരാം. പക്ഷേ ഉണ്ടല്ലോ, ഇതിൻ്റെ മാങ്ങ തിന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ആദ്യമായിട്ട് ഇപ്രാവശ്യം നമുക്ക് നമ്മളുടെ ആ മാവ് പൂത്തിട്ടുണ്ട്. അതിനെങ്ങനെ ശ്രദ്ധിക്കാണ്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ അബദ്ധത്തിൽ ഞാനൊരു ദിവസം കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിനും ഞാൻ സ്ലറി തന്നെയാണ് പൂ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഈ സൈഡിൽ കേട്ടോ, അപ്പുറ സൈഡിൽ നിന്ന് ഞാൻ നോക്കിയില്ല. ഈ സൈഡിൽ ഒരു 3-4 കൊല പൂത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ പൂത്ത കൊല കണ്ടുപിടിക്കാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു മാങ്ങ, ഒരു കണ്ണിമാങ്ങയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇയാളെ ഒന്ന് നോക്കണം, ഇയാളെങ്ങനെയാണ് ഈ മാങ്ങ ഉണ്ടായിരിക്കുന്നത് ഷീറ്റിൻ്റെ അടിയിലാണ്. ഷീറ്റിൻ്റെ അടിയിലേക്ക് ഒരു കൊമ്പ് പോയതിൻ്റെ അടിയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയി. പക്ഷെ നല്ല മഴയല്ലേ, സാധാരണഗതിയിൽ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഈ പൂവ് കൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അതാണ് ആ ഒരു കണ്ണിമാങ്ങ ഉണ്ടായത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് നമ്മളുടെ 18-ാം പട്ടയാണ്. 18-ാം പട്ടയെല്ലാം എന്താ അതിന് പറയുക, ചെന്തെങ്ങ്. അപ്പോൾ അത് നാടനാണ്. നമ്മളുടെ അമ്മയുടെ അവിടെ പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതുമെന്ന് പറഞ്ഞാൽ മുളച്ചപ്പോൾ അത് ജസ്റ്റ് കൊണ്ട് കുഴിച്ചിട്ടുള്ളൂ. ആളും വലിയ കെയറിങ്ങൊന്നും കൊടുക്കില്ല കേട്ടോ. ആൾ തന്നെ വലുതായി വരണതാണ്, അത്ര വലിയ ഇതൊന്നുമില്ല. പിന്നെ നമ്മളുടെ ചട്ടിയിൽ വെച്ചിരിക്കുന്ന മുരിങ്ങ പ്രശ്നം ചട്ടിയിൽ വെച്ചത് കാരണം മറ്റോടത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ മാവിന് ഫുൾ അത് എന്തൊരു വലിയ മുരിങ്ങയായിരുന്നു എന്നറിയോ. ഫുൾ ഷെയ്ഡാക്കി എന്നല്ലാതെ യാതൊരു ഇല മാത്രമേ ഉള്ളൂ, ഇതുവരെ കായ്ച്ചിട്ടില്ല. 3 വർഷമായിട്ട്. അപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞു. പിന്നെ അവിടെ ഒരു ലെമൺ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിയറ്റ്നാം വള്ളി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സപ്പോട്ട വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു നമ്മളുടെ ഇരുമ്പമ്പുളി നിന്നിട്ടുണ്ടായിരുന്നു. ആ ഇരുമ്പമ്പുളി വെട്ടുന്നതിന് മുന്നേ ഞാനൊരു കുഞ്ഞ് ഇരുമ്പമ്പുളീനെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളൂ ഇരുമ്പമ്പുളി. വല്ലപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ ഒരു 10 വേണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ വലിയ മരം നിറയെ ഇരുമ്പമ്പുളി മുഴുവൻ താഴെ വീഴും. അതവിടെ കിടന്ന് ചീഞ്ഞ് ആകെ നാശകോശമാകും. അപ്പോൾ അത് കാരണം അത് വെട്ടി. അപ്പോൾ അവിടെ നിന്ന് വെയിലുമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.